എൻ്റെ അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മകളിൽ നിലനിൽക്കുവാനും നന്മകൾ ജീവിതത്തിൽ പകർത്തുവാനും തിന്മകളുടെ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നമുക്കുതകുന്നത് നമ്മെ അള്ളാഹു അറിയുന്നു, നമ്മെ റബ്ബ് കാണുന്നു, നമ്മെ റബ്ബ് നിരീക്ഷിക്കുന്നു എന്ന ആ അറിവാണ് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതർത്ഥമാക്കുന്നതെന്ത്, അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ത്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതെന്ത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിലെയും സുന്നത്തിലെയും വന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെ എടുത്തു വച്ചാണ് നമ്മൾ അത് പഠിക്കാനിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ഇന്നലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅത്തൻ ഇല്ലാ വാഹിദ, അതായത് അറബിയിലൊരു പ്രയോഗമാണ് 100-ൽ 1 കുറവ്. അപ്പോൾ 99 എന്നത് ഒന്നുകൂടെ പഠിപ്പിക്കുകയാണ്. 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരാണോ അത് ഇഹ്സാ ചെയ്തത് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന, നമ്മുടെ ഈമാൻ ദൃഢവിശ്വാസത്തിലേക്ക് എത്തിക്കുന്ന, നന്മകളിൽ നിൽക്കാൻ സാധിക്കുന്ന, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ഈ നാമഗുണ വിശേഷണങ്ങൾ ഇഹ്സാ ചെയ്യുക എന്നത്. ഇനി അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമാണോ ഉള്ളത്? അല്ല, അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. അതിൽ 99 മാത്രമാണ് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇൽമുൽ ഗൈബായിക്കൊണ്ട്, അദൃശ്യജ്ഞാനമായിക്കൊണ്ട് അള്ളാഹു എടുത്തു വച്ചിരിക്കുകയാണ്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ തന്നെ നമുക്ക് പഠിപ്പിച്ചത് അവിസ്തസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക്, അള്ളാഹുവേ നിൻ്റെ അടുക്കൽ എടുത്തു വച്ചിട്ടുള്ള, മറച്ചു വച്ചിട്ടുള്ള ആ നാമങ്ങൾ കൊണ്ടും ഞാൻ നിന്നോട് തേടുന്നു എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ 99 നാമം മാത്രമല്ല, പക്ഷേ സ്വർഗപ്രവേശനത്തിനുതകുന്ന 99 നാമങ്ങളാണ്. നിങ്ങൾ അത് ഇഹ്സാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗപ്രവേശനം നൽകും എന്നത് ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്.